ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ടൊരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയം ചോദ്യങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ഓരോന്നും എത്ര മാർക്കിൻ്റെ ആണെന്നൊക്കെ നോക്കി വെക്കുക. അറിയാവുന്നത് റൗണ്ട് ഇട്ട് വെക്കുക. ഈ കാര്യങ്ങൾക്കൊക്കെ 15 മിനിറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. റീഡ് ദ പാസേജ് ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ്റ്റ് മെൻറ്റ് ബൈ സേയിങ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോളർ. അപ്പോൾ പ്രീസ്റ്റ് എന്താ പറഞ്ഞത്? ബോയിനോട് പറഞ്ഞത് അവോയ്ഡ് ലാർജ് പ്ലേസസ്, വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ മീനിങ് ആ കുട്ടിക്ക് മനസ്സിലായില്ല. ഹി തോട്ട് വൈൽ ഹി വാസ് ട്രൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ എവേ. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാണ്ട് അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വസ്ത്രങ്ങളുടെ കെട്ട് ടൈ ചെയ്തു കെട്ടി അവന് പോകാനൊരുങ്ങാണ്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. എന്നിട്ടും അവനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലായില്ല എന്താണ് പ്രീസ്റ്റ് പറഞ്ഞത് എന്ന്. ആൻഡ് ഹി വാസ് അഫ്രൈഡ്, അവനിക്ക് പേടിയായി. ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ, ഇനി എന്താണ് അതിൻ്റെ അർത്ഥം ഒന്ന് ചോദിക്കാൻ, കൂടുതൽ സംസാരിക്കാൻ അവനിക്ക് പേടിയായി. പ്രീസ്റ്റിനോട് ഇനി ചോദിക്കേണ്ടെന്ന് വിചാരിച്ചു. എക്സെപ്റ്റ് സേ ഗുഡ് ബൈ അല്ലാണ്ട് വേറെ ഒന്നും പറയാണ്ട് അവൻ ഇങ്ങോട്ട് പോന്നു. ഈ ലെഫ്റ്റ് ദ ടെമ്പിൾസ് വെരി സോറോലി, അവൻ വളരെ ദുഃഖത്തോടെയാണ് ആ ടെമ്പിൾ വിട്ടത്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു, എന്താ ഇനി ചെയ്യാന്നുള്ളൊരു ആലോചനയിലാണ്. ഇഫ് ഹി വെൻറ്റ് സ്ട്രേറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്. വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്താ സംഭവിക്കുക? ഫാദർ വിൽ പണിഷ്, അച്ഛൻ ശിക്ഷിക്കും. എന്തിനാണ് ശിക്ഷിക്കുന്നത്? ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, പ്രീസ്റ്റിനോട് എന്തോ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടായിരിക്കും ടെമ്പിളിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ടാവാമെന്ന് അച്ഛന് അറിയാം, അതുകൊണ്ട് പണിഷ് ചെയ്യും. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം, അതുകൊണ്ട് വീട്ടിൽ പോകണ്ട എന്ന് വിചാരിച്ചു, പേടിച്ചു. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away ദർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ. അപ്പോഴാണ് അവനിക്ക് ഓർമ്മ വന്നത് അടുത്ത വില്ലേജിൽ, അതായത് 12 miles എവേ ഉള്ള ആ വില്ലേജിൽ ഒരു വലിയ ടെമ്പിൾ ഉണ്ടെന്ന്. ഹി ഹാഡ് ഹിയർഡ് ദർ വെർ സെവറൽ പ്രീസ്റ്റ് അറ്റ് ദാറ്റ് ടെമ്പിൾ, അവിടെ കുറേ പ്രീസ്റ്റൊക്കെ ഉണ്ടെന്ന് അവൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്വലൈറ്റ്. അപ്പോൾ അവരുടെ സഹായിയായിട്ട് നിർത്തുമെന്ന് ചോദിക്കാം എന്ന് അവന് മനസ്സിൽ വിചാരിച്ചു. 5 ചോദ്യമാണ്. വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഓൾഡ് പ്രീസ്റ്റ് ഗിവ് ദ ബോയ്? അതിവിടെ തന്നെ ഉണ്ടല്ലേ. അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. ദ ഓൾഡ് പ്രീസ്റ്റ് അഡ്വൈസ്ഡ് ദ ബോയ് ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. നെക്സ്റ്റ്, വൈ വാസ് ദ ബോയ് അഫ്രൈഡ് ടു ഗോ ടു ഹിസ് പാരൻസ്? വീട്ടിലേക്ക് പോകാൻ എന്താ മടിച്ചത്? നമ്മളിവിടെ വായിച്ചല്ലോ അല്ലേ. നമ്മൾ വെച്ച് ഹി ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്. ദ ബോയ് വാസ് അഫ്രൈഡ് ടു ഗോ ടു ഹിസ് പാരൻസ് ബിക്കോസ് ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, അച്ഛൻ ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടാണ് പോകാതിരുന്നത്. വിച്ച് സെൻറ്റൻസ് ടെൽസ് യു ദാറ്റ് ബോയ് വാസ് അൺഹാപ്പി ടു ലീവ് ദ ടെമ്പിൾ? ടെമ്പിളിൽ നിന്ന് പോകുന്നതിന് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലായി? ഈ ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് മീൻസ് റിഫ്യൂസിങ് ടു ഒബേ റൂൾസ്, അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തത്. അതെന്താണ്? ഡിസൊബീഡിയൻറ്റ്. എന്താണ് ഡിസൊബീഡിയൻറ്റ്? ഇനി അടുത്ത 5ാമത്തെ ചോദ്യം. വൈ ഡിഡ് ദ ബോയ് ഡിസൈഡ് ടു ഗോ ടു ദ ബിഗ് ടെമ്പിൾ ഇൻ ദ നെക്സ്റ്റ് വില്ലേജ്? എന്തുകൊണ്ടാണ് അടുത്ത വില്ലേജിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്? ദ ബോയ് ഡിസൈഡഡ് ടു ഗോ ടു ദ ബിഗ് ടെമ്പിൾ ഇൻ ദ നെക്സ്റ്റ് വില്ലേജ് ബിക്കോസ് ഹി ഹാഡ് ഹിയർഡ് ദർ വർ സെവറൽ പ്രീസ്റ്റ് ദർ ആൻഡ് ഹി വാണ്ടഡ് ടു ആസ്ക് ദം ടു ടേക്ക് ഹാസ് ദെയർ അക്വലൈറ്റ്. അപ്പോൾ അവർ അക്വലൈറ്റ് സഹായിയായിട്ട് അവനെ വെക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പാസേജ് തന്നാൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും കിട്ടൂലേ? കിട്ടുന്നവരാരാന്നൊക്കെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലൈന് നോക്കാം. 6 to 10 ആണ്. റീഡ് ദ ലൈൻസ് ഫ്രം താജ്മഹൽ.
താജ്മഹൽ എന്ന പോയത്തിൽ നിന്നാണ്. യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ ദാറ്റ് ലൈഫ് യൂത്ത് വെൽത്ത് റിനോൺ ആൻഡ് ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ അവർ യുവർ ഹാർട്ട്സ് പെയിൻ. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയർ പവർ വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വുഡ് ഫ്ലോട്ട് അവേ വിത്ത് ദ പാസിംഗ് ഓഫ് ടൈം? വാട്ട് വുഡ് ഫ്ലോട്ട് അവേ വിത്ത് പാസിംഗ് ഓഫ് ടൈം? കാലം പോകുന്നതിനനുസരിച്ച് എന്തൊക്കെയാണ് പോകുന്നത്? ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനോൺ. എന്തൊക്കെയാണ്? ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് ഫെയിം വിൽ ഫ്ലോട്ട് അവേ വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ലൈഫും യൂത്തും വെൽത്തും ഫെയിമും പ്രശസ്തിയൊക്കെ അങ്ങനെ പോകുകയാണ്. ഇനി അടുത്തത്, വാട്ട് വാസ് ദ ഓൺലി ഡ്രീം ഓഫ് ഷാജഹാൻ? ഷാജഹാൻ്റെ ഒരു ഡ്രീം എന്തായിരുന്നു? വാസ് ടു പ്രിസർവ് ഫോർ അവർ യുവർ ഹാർട്ട്സ് പെയിൻ. അല്ലേ? ഷാജഹാൻസ് ഓൺലി ഡ്രീം വാസ് ടു കീപ്പ് ഹിസ് സാഡ്നെസ് ഫോർ എവർ. അതായത് അവരുടെ ഹാർട്ട്സ് പെയിൻ അങ്ങനെ സൂക്ഷിക്കാൻ, ഹൃദയത്തിൻ്റെ വേദന പ്രിസർവ് ചെയ്യാൻ, സംരക്ഷിക്കാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. അതായിരുന്നു ഡ്രീം. ഐഡൻറ്റിഫൈ ദ ഫ്രേസ് ഇൻ ദിസ് പോയിന്റ് ദാറ്റ് ഷോസ് ദ അതോറിറ്റി ഓഫ് ഇമ്പീരിയൽ പവർ. ഇമ്പീരിയൽ പവറിൻ്റെ അതോറിറ്റി വ്യക്തമാക്കുന്ന ഒരു വേർഡ്. ദ ഫ്രേസ് ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയർ പവർ ഷോസ് ദ അതോറിറ്റി ഓഫ് ഇമ്പീരിയർ പവർ. ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയർ പവർ, ഈ ലൈന്. ഓക്കെ, ഇനി അടുത്ത, സൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഓഡിറ്ററി ഇമേജ് ഫ്രം ദ ഗിവൺ ബിലോ. ദ ഇമ്പീരിയർ പവർ ആൻഡ് സൺസെറ്റ് ആർ സിമിലർ ബിക്കോസ് ദേ ബോത്ത് ഫെയ്ഡ് അവേ. അപ്പോൾ ഇമ്പീരിയൽ പവറും അതേപോലെ തന്നെ തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് പിന്നെ ഒരു പുറത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടെണ്ണം നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഇത് നോക്കാം. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാഫ്റ്റേഴ്സ് ഈസ് കോൾഡ് ജെലറ്റോളജി. ഡോക്ടേഴ്സ് ഓഫൺ റെക്കമെൻഡ് ലാഫ്റ്റർ ആസ് എ മെഡിസിൻ. അപ്പോൾ ചിരിയുടെ സയൻസിന് പറയുന്ന പേരാണ് ജെലറ്റോളജി. ഡോക്ടർ ഓഫൺ റെക്കമെൻഡ് ലാഫ്റ്റർ ആസ് മെഡിസിൻ. അപ്പോൾ എല്ലാവരും ചിരി ഒരു മെഡിസിൻ ആയിട്ടാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. യുവർ ബ്രെയിൻ റെസ്പോൺസ് ടു ദ സൗണ്ട് ഓഫ് ലാഫ്റ്റർ വിച്ച് ഈസ് വൈ വെൻ സംവൺ ലാഫ്സ് യു ലാഫ് ടു. ഒരാൾ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിന് റെസ്പോണ്ട് ചെയ്യാണ്, ആ ചിരിയുടെ സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യാണ്. സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ദ റാറ്റ്സ് സ്കീ, ലാഫ് ആൻഡ് ജമ്പ് വെൻ ഫിംഗേഴ്സ് ആർ മൂവ്ഡ് ഓവർ ദെയർ ബോഡി. It takes 42 facial muscles to frown out but only 70 muscles to smile. Laughing boosts the immune system as increases the number of antibodies that help fight diseases. A good laugh helps to decrease stress levels. Sharing a hearty laugh with someone can make a person feel relaxed. അപ്പോൾ ചിരിയുടെ പല ഗുണങ്ങളാണ് പറയുന്നത്. എന്താണ്? ഒരു നല്ലൊരു ചിരി നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കും. അതേപോലെ തന്നെ ഒരുപാട് ആൻറ്റിബോഡീസ്, നമ്മൾ നല്ലവണ്ണം ചിരിച്ചാൽ ഒരുപാട് ആൻറ്റിബോഡീസ് നമ്മുടെ പിന്നെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഷെയറിങ് എ ഹാർട്ടി ലാഫ് വിത്ത് സംവൺ ക്യാൻ മേക്ക് എ പേഴ്സൺ ഫീൽ റിലാക്സ്ഡ്. നമുക്ക് ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞാൽ ആ പേഴ്സണിന് ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. ഈജിപ്ഷ്യൻ കെപ്റ്റ് സെർവൻസ് ഹൂ വോർ ലെപ്പേർഡ് സ്കിൻസ് ആൻഡ് സ്ട്രേഞ്ച് മാസ് ഹസ് ക്ലോൺസ് ടു അമ്യൂസ് ദ ഫറോവാസ്. നമുക്ക് 5 ചോദ്യം നോക്കാം. വാട്ട് മേക്സ് യു ലാഫ് വെൻ സംവൺ ലാഫ്സ്? ഒരാൾ ചിരിക്കുമ്പോൾ നമ്മളെന്താ ചിരിക്കാൻ കാരണം? യുവർ ബ്രെയിൻസ് മേക്സ് യു ലാഫ് വെൻ യു ഹിയർ സംവൺ എൽസ് ലാഫ്. നമ്മുടെ ബ്രെയിന് നമ്മളെയും ചിരിപ്പിക്കുകയാണ് അല്ലേ? അതിവിടെ ഉണ്ട്. യുവർ ബ്രെയിൻ റെസ്പോൺസ് ടു ദ സൗണ്ട് ഓഫ് ലാഫ്റ്റർ വിച്ച് ഈസ് വൈ വെൻ സംവൺ ലാഫ്സ് യു ലാഫ് ടു. ഇതും വേണമെങ്കിൽ എഴുതാം. അവർ ബ്രെയിൻ റെസ്പോൺസ് ടു ദ സൗണ്ട്സ് ഓഫ് ലാഫ്റ്റർ. ഇനി ഹൗ ഡസ് ലാഫിംഗ് ബൂസ്റ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം? അത് ഇവിടെ ഉണ്ട്. ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ആൻറ്റിബോഡീസ് ദാറ്റ് ഹെൽപ്പ് ഫൈറ്റ് ഡിസീസസ്. ലാഫിംഗ് ഹെൽപ്സ് അവർ ബോഡി ഫൈറ്റ് സിക്നസ് ബൈ മേക്കിംഗ് മോർ ആൻറ്റിബോഡീസ്. അങ്ങനെ എഴുതാം. പിന്നെ ഇതിലുള്ള അതേ സെൻറ്റൻസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് സ്മൈലിംഗ് ഈസ് ഈസിയർ ദാൻ ഫ്രോണിങ്? സ്മൈലിംഗ് ആണ് ഈ ഫ്രോണിനെക്കാളും ഈസിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 42 ഫേഷ്യൽ മസിൽസ് ടു ഫ്രോൺ ബട്ട് ഓൺലി 70 സ്മൈൽസ് ടു സ്മൈൽ. 17 മസിൽസ് സ്മൈൽ ചെയ്യാൻ വേണ്ടു. സ്മൈലിംഗ് ഈസ് ഈസിയർ ദാൻ ഫ്രോണിങ് ബിക്കോസ് ഇറ്റ് യൂസസ് ഫ്യൂവർ മസിൽസ്. ഇനി വാട്ട് ഈസ് ജെലറ്റോളജി എന്ന് പറഞ്ഞാൽ ദ സയൻറ്റിഫിക് ഓഫ് ലാഫ്റ്റർ ഈസ് കോൾഡ് ജെലറ്റോളജി. സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പാസേജ്. ഈ പാസേജിന് ഒരു ടൈറ്റിൽ കൊടുക്കാം, ദ പവർ ഓഫ് ലാഫ്റ്റർ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു ഷോർട്ട് പ്രൊഫൈൽ നോക്കാം.
അപ്പോൾ ഇപ്പം നമുക്ക് 15 മാർക്ക് നമ്മുടെ പോക്കറ്റിലായി അല്ലേ. നമുക്ക് വളരെ എളുപ്പമുള്ള പാസേജൊക്കെ തന്നെയാണ് വരിക. എല്ലാവരും നല്ല ശ്രദ്ധയോടെ വായിച്ചാൽ മതി. ഇനി ഈ 5 മാർക്കും നമുക്ക് മേടിക്കാതെ 40 നമുക്ക് 20 മാർക്ക് കിട്ടിയല്ലേ. അപ്പോൾ പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് മൈക്കിൾ ജാക്സൺ. വളരെ എളുപ്പമാണ് പ്രൊഫൈലൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നെയിമുണ്ട്, ബോണുണ്ട്, പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്, അവാർഡ്സ് ഉണ്ട്, ഡൈഡ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടൈൽ, അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്താണ്. പിന്നെ അടുത്ത ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് ഹാപ്പൻസ് ടു മീറ്റ് ഓൾഡ് പ്രീസ്റ്റ് ഇൻ ദ വില്ലേജ് ടെമ്പിൾ once again he narrates his encounter with the goblin rat to the priest prepare likely narrative. അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ഒരു നാരറ്റീവ് എഴുതാനാണ്. ഐ കെയിം ടു താങ്ക് യു ഫോർ യുവർ വൈസ് അഡ്വൈസ്. ഞാൻ താങ്കളുടെ നല്ല അഡ്വൈസിന് നന്ദി പറയാനാണ് വന്നത്. ഐ വെൻറ്റ് ടു ദ അബാൻഡൻഡ് ടെമ്പിൾ ആൻഡ് ഡ്രൂ കാറ്റ് ജസ്റ്റ് ആസ് യു സജസ്റ്റഡ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ടെമ്പിളിൽ പോയി എന്നിട്ട് കാറ്റിനെ വരച്ചു. അറ്റ് ഫസ്റ്റ് നത്തിങ് സീംഡ് ടു ഹാപ്പൻ. ആദ്യം എനിക്കൊന്നും തോന്നിയില്ല. ബട്ട് ദെൻ എ ടെറിഫയിങ് ഗോബ്ലിൻ റാറ്റ് അപ്പിയർഡ്. അങ്ങനെ പിന്നെ ഒരു ഭീമാകാരനായ റാറ്റ് വന്നു. ഇറ്റ് വാസ് ഹ്യൂജ് ആൻഡ് ഹാഡ് ഗ്ലോയിങ് ഐസ്. അതിന് വലിയ കണ്ണുകളുണ്ടായിരുന്നു. ഐ വാസ് സോ സ്കെയർഡ്. ഞാൻ പേടിച്ചു പോയി. But then I remembered your words. I kept drawing cats and they came to life. They chased the goblin rat away and I was saved. I am so grateful for your guidance. The cats were fierce and brave, just like you said that they would be. I will never forget this experience and the power of my art. Okay. ഇനി ഒരു ക്യാരക്ടർ സ്കെച്ച് ഓഫ് എ ബോയ് ഇൻ ദ ലെസൺ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. ടൈൻ്റെ ക്യാരക്ടർ സ്കെച്ചും ആർച്ച് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ചും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ പുതിയൊരു ക്യാരക്ടർ സ്കെച്ച് പഠിക്കാം. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സിലെ ബോയുടെ ക്യാരക്ടർ സ്കെച്ച്. ദ ബോയ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ക്യാരക്ടറാണ്. ഈ വാസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് ദ ഫാമിലിയിലെ യങ്ങസ്റ്റ് കുട്ടിയാണ്. ഈ വാസ് നോട്ട് ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവനിക്ക് അങ്ങനെ വലിയ അധ്വാനമുള്ള പണിയൊന്നും എടുക്കാൻ വയ്യ. ബിക്കോസ് ഹി വാസ് വെരി സ്മോൾ ആൻഡ് വർക്ക്. വളരെ ചെറുതാണ്, വീക്കാണ്. ഇറ്റ് സീംസ് ടു ദാറ്റ് ഹീ കുഡ് നെവർ ഗ്രോ ബിഗ്. അവൻ ഒരിക്കലും വളർന്ന് വലുതാവുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. ബട്ട് ഹി വാസ് വെരി ക്ലവർ. പക്ഷേ അവൻ നല്ല മിടുക്കനായിരുന്നു. ഹിസ് ഫാദർ ഡിസൈഡ് ടു സെൻഡ് ഹിം ടു എ ടെമ്പിൾ ടു സ്റ്റഡി പ്രീസ്റ്റ്ഹുഡ്. അപ്പോൾ പ്രീസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞയച്ചത്. ഹി ലേൺഡ് ക്വിക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ്. അപ്പോൾ പ്രീസ്റ്റ് പറഞ്ഞൊക്കെ അവന് പെട്ടെന്ന് തന്നെ ലേൺ ചെയ്തു. പിന്നെ നല്ല അനുസരണമുള്ള ആളായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. എന്താ അവനക്കൊരു ഫോൾട്ടുണ്ട്. ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ്. അവന് കാറ്റ്സ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈവൻ വർ കാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. എവിടെ കിട്ടിയാലും അവന് കാറ്റിനെ വരച്ച്. ഹി ബിക്കെയിം എ സെലിബ്രേറ്റഡ് ആർട്ടിസ്റ്റ് ലേറ്റർ ഇൻ ലൈഫ്. പിന്നെ അവനൊരു വലിയ സെലിബ്രിറ്റി ആയി മാറി. ഇനി നമുക്ക് ദ ലിറ്റിൽ ബോയ് ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഈസ് ഫീലിംഗ് ബോർഡ്. ഹി സേസ് ദിസ് ടു ഹിസ് മദർ. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് മദർ. അപ്പോൾ ലിറ്റിൽ ബോയ് ഇൻ ദ സ്റ്റോറിയിലെ ആ കുട്ടി ബോറടിച്ചിരിക്കുന്ന അമ്മയോട് പറഞ്ഞു. അപ്പോൾ അവരുള്ള മോം ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ ആം ബോർഡ്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അമ്മ, എനിക്ക് ബോറടിക്കുന്നു. മോം വൈ ഡോണ്ട് യു ഡ്രോ പിക്ചർ ഓർ റീഡ് ബുക്സ്. നിങ്ങൾക്ക് ബുക്ക് വായിക്കാം അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കാം. ഐ ഹാവ് ഓൾറെഡി ഡൺ ഓൾ ദിസ്. ഞാൻ അതൊക്കെ ചെയ്തു അമ്മേ. ഓ യു വാണ്ട് സംതിങ് ന്യൂ ടു ഡു ഡോൺ യു. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണമല്ലേ. വാ യെസ് ഓക്കെ ദെൻ യു മേ ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് ഡോർസ്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, പുറത്തേക്ക് പോവുക, എന്നിട്ട് ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് കണ്ടുപിടിക്കുക. അതിന് വിൻഡോസും പാടില്ല, ഡോർസും പാടില്ല. വെർ ഇസ് ഇറ്റ്? അതെവിടെയാണ്? മോം ഐ കാൻ ടെൽ യു. എനിക്കത് പറഞ്ഞുതരാൻ പറ്റില്ല. യു ഫൈൻഡ് യുവർ സെൽഫ്. നീ അത് കണ്ടുപിടിക്കുക. ബോ യെസ് ഐ വിൽ ഷുവർലി ഫൈൻഡ് ഇറ്റ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ ദാറ്റ് വെലസ്കോ reach home safely after the shipwreck. He feels greatly relieved. Later, he decided to write a letter to one of his friends describing his experience in the sea. Draft the likely letter. ഓക്കെ, അപ്പോൾ ലെറ്റർ എഴുതാനാണ്. ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം. ഡിയർ ഫ്രണ്ട്, ഐ ആം ഹോം സേഫ്. ഞാൻ വീട്ടിലെത്തി, സേഫായി വീട്ടിലെത്തി. അവർ ഷിപ്പ് സാങ്ക് ഇൻ എ സ്റ്റോം. ഒരു ഷിപ്പ് മുങ്ങിപ്പോയിരുന്നു. ആൻഡ് ഐ ഹാഡ് ടു ഹോൾഡ് ഓൺ ടു എ പീസ് ഓഫ് വുഡ് ടു സ്റ്റേ അലൈവ്. ഐ വാസ് സ്റ്റക്ക് ഓൺ ദ ഡെസേർട്ടഡ് ഐലൻഡ് വിത്ത് നോ ഫുഡ്, ഷെൽട്ടർ ഓർ ഹോപ്പ്. ബട്ട് ഈവൻ എ ഷിപ്പ് ഫൗണ്ട് മീ ആൻഡ് ടുക്ക് മീ അബ്രോഡ്. ഐ ആം വെരി ലക്കി ടു ബി അലൈവ്. ഇറ്റ് വാസ് എ സ്കേറി adventure, but I am happy to be home with my loved ones.
I learned to appreciate the little things in life like food, water, and a warm bed. I am grateful for my rescue and for the kindness of strangers. I will never forget this experience and the lessons I learned. I am still shaking off the memories of the wreck and the island, but I am getting stronger every day. I am looking forward to moving on and making new memories with the people I love. Take care and stay safe. With love, Velasco. അപ്പം നമ്മൾ ആ ലെറ്റർ ഒക്കെ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇനി നമുക്ക് എന്താണ് ആർച്ച് ഡ്യൂക്കിൻ്റെയും ഇമാജിൻ ദാറ്റ് യു മീറ്റ് ടൈൽ വെൻ ഹി റിട്ടേൺസ് ഫ്രം ദ പാലസ് ഓഫ് ആർച്ച് ഡ്യൂക്ക് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ടൈലർ. അപ്പോൾ യു ആർ ടൈൽ ദ കോട്ട് പെയിൻറ്റർ, നീ ടൈലല്ലേ കോട്ട് പെയിൻറ്റർ. അപ്പോൾ യെസ് ഐ ആം എന്ന് പറയണമെങ്കിൽ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? യെസ് ഐ ആം എന്ന് പറയേണ്ട ആറിഞ്ച് യു എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അടുത്ത എഡിറ്റിംഗ് നോക്കാം. ഐ ആം വെരി ഹാപ്പി ടുഡേ. ദ കോട്ട് പെയിൻറ്റർ ഈസ് ഗോ എന്നുള്ളത് നമുക്ക് എന്താ വരിക? ഈസ് ഗോയിങ് ടു പെയിൻറ്റ്, ഈസ് ഗോയിങ് ടു പെയിൻറ്റ് മൈ പോർട്രേറ്റ്. ഹൗ നൈസ് ഇറ്റ് വിൽ ബി വെൻ ഐ സീ മൈസെൽഫ് സ്മൈലിംഗ് വിത്ത് എ പെർഫെക്റ്റ്. പിന്നെ അതേപോലെ ഹി വാസ് ലിറ്റിൽ അഫ്രൈഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റണ FRAID ആണ്. ഓക്കെ. ഇനി അടുത്തത് പിരമിഡ് ഫ്ലവേഴ്സ്, ദ ബ്യൂട്ടിഫുൾ ലിറ്റിൽ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. അത് നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? സ്റ്റുഡൻസ്, സ്മാർട്ട് സ്റ്റുഡൻസ് ഇൻ ക്ലാസ്, ദ സ്മാർട്ട് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ടുഡേ.